ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്നും ഞാൻ മോർണിംഗ് വ്ളോഗായിട്ടാണ് വരാറുള്ളത് അല്ലേ. ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ പിന്നെ ഒന്ന് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുക്കാനായിട്ട് പുറത്ത് പോയി. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇന്ന് ലഞ്ച് വ്ളോഗാണ് കേട്ടോ. എന്നും അങ്ങനെയല്ലേ കാണിക്കാറുള്ളത്, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പതുക്കെയാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു അൺബോക്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലെ ജോലികളിൽ ഒന്നും കൂടി എളുപ്പമാക്കാൻ അല്ലെങ്കിൽ കുറച്ചൊക്കെ സമയങ്ങൾ ലാഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ പ്രോഡക്റ്റുകളും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വ്ളോഗിലും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെയൊക്കെ റിവ്യൂ വേണമെങ്കിൽ അതും ഞാൻ ഈ കൂട്ടത്തിൽ പറയാം. അപ്പോൾ വ്ളോഗ് എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും താങ്ക്സ്. ഇനി സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ ഇന്നിതാ ഫിഷൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ആവോലി കുട്ടികളും അയിലയാണ് കേട്ടോ ഫിഷ് കിട്ടിയത്. അപ്പോൾ ആവോലി വറുക്കാം, അയില കറി വെക്കാം, അതേപോലെ തന്നെ ഒരു ഉപ്പേരി, സാലഡ്, ഒരു രസം, അത്രയൊക്കെയാണ് കേട്ടോ ഒന്ന് ലഞ്ചിന്. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. അത്രയൊക്കെയാണ് ഇന്ന് ലഞ്ചിന്. അപ്പോൾ അതാ മീൻ മസാല തേച്ച് വെച്ചാൽ ഒന്നങ്ങനെ മസാല പിടിച്ചോളുമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ വേറെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങ് വറുത്താൽ മതി. അപ്പം ഞാൻ മീൻ മസാല തേക്കാറുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് വിനാഗിരി, ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. എൻ്റെ ബേസിക് മസാല അതാണ് കേട്ടോ. ഒട്ടുമിക്ക ഫിഷുകളും ഞാൻ അങ്ങനെ തന്നെയാണ് മസാല വെക്കാറുള്ളത്. പിന്നെ ഇതാ കുറച്ച് അയില ഞാൻ എക്സ്ട്രാ വന്നത് മുറിച്ച് വെള്ളത്തിലിട്ടിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് വേണ്ട. അപ്പോൾ അയില കറി വെക്കാൻ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ മാസിൻ്റെ പൂച്ച അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഞാനതിനെ പുറത്താക്കി ഡോറടക്കും. ഇവരാരെങ്കിലും ഡോറ് തുറക്കുമ്പോൾ നല്ല അകത്തേക്ക് കയറിട്ടോ. അപ്പോൾ ഞാൻ മാസിനോട് പറയുമായിരുന്നു പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മീൻ ഇറച്ചിയൊക്കെ മസാല തേക്കുമ്പോൾ ഞാൻ ഗ്ലൗ യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് മറ്റേത് കയ്യിന് ഭയങ്കര നീറ്റിലായിരിക്കും. അല്ലാത്ത ജോലികൾക്ക് ഇങ്ങനെ ഗ്ലൗസ് യൂസ് ചെയ്താൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ജോലി ചെയ്യൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ മീൻ ഇറച്ചി ഇങ്ങനെ മസാല തേക്കാനൊക്കെ ഞാൻ ഗ്ലൗസ് കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കൈയിന് ഭയങ്കര നീറ്റിൽ വരും എനിക്ക്. അപ്പോൾ അത് ആ മീൻ മസാല തേച്ചതും കുറച്ച് സമയം ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോക്കിന് ചോറൊന്ന് വെക്കട്ടെ കേട്ടോ. നമ്മൾ പൊന്നിയരിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇന്നലെ സാധനം കൊണ്ടുവന്നിട്ട് അരി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയും പച്ചരിയൊക്കെ കൊണ്ടുവന്നിട്ട് റാക്കിൽ തന്നെ അവിടെ വെച്ചതാണ്. ഒന്നും ടിന്നിലേക്ക് മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ ഒരു പതുക്കെ ഒരു എന്താ പറയുക, ഒരു മടിയാണല്ലോ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കളയ്ക്ക് ഓടി വരാനായിട്ട്. അല്ലാത്ത ദിവസങ്ങളിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അടുക്കളയ്ക്ക് ഓടി വന്നില്ലെങ്കിൽ പോലെ സ്കൂളിൽ വിടലോ ജിമ്മിൽ പോകലോ ഒന്നും നടക്കൂല. പിന്നെ ഇന്ന് സൺഡേ ആയ കാരണം ഇന്നൊക്കെ ഓഫല്ലേ, പിന്നെ അങ്ങനെ പതുക്കെ ഒരു മടിയാണ്. അപ്പോൾ പിന്നെ ഏത് സൺഡേ ആയാലും നമ്മൾ വീട്ടമ്മമാർക്ക് ജോലി തന്നെയാണ്. എന്നാലും കുറച്ച് പതുക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അരി കഴുകണം കേട്ടോ. അരി ഞാൻ ചുടുവെള്ളത്തിൽ കഴുകാറുണ്ട്. അപ്പോൾ സോളാറിലെ വെള്ളം അതിൽ കഴുകും. ഇപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റിലിന് ശേഷം വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. പൊന്നിയരി കുറച്ച് വേവ് കുറഞ്ഞ അരി, അങ്ങനത്തെ അരി ആയതുകൊണ്ട് നല്ലോണം അങ്ങനെ ഈ വെള്ള കളറിലുള്ള വെള്ളം വരുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ കുറച്ചധികം നേരം കഴുകണം. ഒന്ന് ചുടുവെള്ളത്തിലും കൂടി കഴുകിയെടുത്താൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പ് കുറച്ചങ്ങോട്ട് പോയി കിട്ടും. ഡിഷ് വാഷർ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പാത്രം ഇതിൻ്റെ ചോറ് വെക്കുന്ന പാത്രത്തിൻ്റെ മൂടി ഡിഷ് വാഷറിലാണ് ഒരുക്കിയിരുന്നത്. പിന്നെ ഇതാ ഞാനൊരു ചപ്പാത്തി ബോക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. റോട്ടി ബോക്സ് വുഡിൻ്റെ. ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നമുക്ക് അങ്ങനെ കഴുകി യൂസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല കരുതിയിട്ട് ഇത്രയും കാലം വാങ്ങാതിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കിങ്ങനെ കണ്ടപ്പോൾ വാങ്ങണം എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ വാങ്ങിയതാണ്. ഇതിനിപ്പോൾ ഇതിൻ്റെ വുഡിൻ്റെ സ്മെല്ലൊക്കെ കളഞ്ഞ് എങ്ങനെ സീസൺ ചെയ്യാമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് തുടങ്ങാൻ കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, വൈറ്റിൽ ബ്ലൂ ഉള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ.
വാങ്ങി കുറച്ച് ദിവസമായി, ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഒട്ടുമിക്ക പ്രോഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സ് വേണമെങ്കിൽ കമൻറ്റ് കൂടെ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ചില പ്രോഡക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുക്കളയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഈ ആകാരൻ്റെ ഈ കുട്ടി ചോപ്പർ കേട്ടോ. ഇതിൻ്റെ ഒരു യൂസ് ഞാൻ ഉപയോഗിച്ചറിയുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് എന്താ പറയുക, പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് 1.5 വർഷമായി വാങ്ങിയിട്ട്. അടുക്കളയിൽ കയറുന്ന എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കേട്ടോ. നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ കുനുകുന അരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടാസ്ക് അല്ലേ. അപ്പോൾ അതിനും അതേപോലെ തന്നെ മാങ്ങയൊക്കെ അച്ചാറിടാനോ ഒക്കെ, അങ്ങനെ കടുമാങ്ങ ഉണ്ടാക്കാൻ, ചെറിയ ഉള്ളി അരിയാൻ, വലിയ സവോള, അങ്ങനത്തെ സംഗതി ചെറുതായിട്ട് കുത്തി അരിയാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ അരിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ചാർജ് ചെയ്യലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഞാൻ ചാർജ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ഈ മോട്ടർ നനക്കാതെ ശ്രദ്ധിക്കട്ടോ. അതെപ്പോഴും നമ്മൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ചിട്ട് മാറ്റി വെക്കുക. അതേപോലെ തന്നെ ബ്ലേഡ് കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, കൈമേൽ തട്ടിപ്പോവും. നല്ല ഷാർപ്പാണ് കേട്ടോ. 1.5 കൊല്ലം യൂസ് ചെയ്തിട്ടും ആ ഒരു ഷാർപ്നെസ്സിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പം തന്നെ അങ്ങോട്ട് കഴുകിയെടുത്ത് വെച്ചാൽ മതി. അപ്പം അത് 500 രൂപൻ്റെയും 550 രൂപൻ്റെയും ഇടയിൽ റേറ്റ് ഉള്ളൂ കേട്ടോ. ഈ ഒരു അഗാറോൻ്റെ പ്രോഡക്റ്റിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലെ ജോലി കുറേയൊക്കെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഓരോ സംഗതികളും ഇങ്ങനെ കൈകൊണ്ട് മുറിച്ചുണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്താൽ കുറേ ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫിഷ് കറിക്ക് പുളി പിഴിഞ്ഞിട്ട് അതിൽ തക്കാളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഞാൻ ഹോബിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തേങ്ങ ഒതുക്കിയിടുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഈ ഒരു സ്റ്റൈലിലുള്ള ഉപ്പേരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒതുക്കുന്നതിൽ ചെറിയ ജീരകവും പച്ചമുളകും ചേർത്തിട്ടാണ് കേട്ടോ ഒതുക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകാൻ നിന്നാലും ഇപ്പോൾ നേരം വൈകും. അപ്പോൾ ഞാനിങ്ങനെ പൂളി എടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എൻ്റെ ബ്ലോഗ് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഉപ്പേരിക്കുള്ളത് പുളി എടുത്തിട്ടുണ്ട്, അതിൽ ജീരകം ഒക്കെ ഇടട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കറിക്കുള്ളത് അരച്ചെടുക്കാം കേട്ടോ. ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി ഒതുങ്ങട്ടെ. വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ അതിൽ തന്നെ ഒരു ഈർപ്പുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ കറിക്കുള്ള തേങ്ങ അരച്ചിട്ടെടുക്കുക കേട്ടോ. ഞാൻ തേങ്ങയിലാണ് മസാലകൾ അരച്ചെടുക്കാറുള്ളത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ വലിയ ജീരകം, ചെറിയ ഉള്ളി, ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ അരക്കാറുള്ളത്. ഞാൻ പല സ്റ്റൈലിലും മീൻ കറി വെക്കാറുണ്ട്, പക്ഷെ അയിലക്കറി എപ്പോഴും എനിക്ക് ഇങ്ങനെ വെക്കാനായിട്ട് ഇഷ്ടം. നമ്മൾ പുളിവെള്ളം എടുത്തിട്ട് അതിൽ തക്കാളിയും പച്ചമുളകും വേവിച്ചെടുക്കുക. അതൊക്കെ ഈ അരപ്പൊഴിച്ചിട്ട് അതിൽ മീനിട്ടിട്ട് വേവിക്കുക. പിന്നെ ഈ മീൻ വറുക്കണ എണ്ണ ഉണ്ടല്ലോ, അതിൽ കുറച്ച് മീൻ വറുത്തെടുത്തതിന് ശേഷം ആ ഒരു മസാലയോട് കൂടിയുള്ള എണ്ണയിൽ കുറച്ച് ഉലുവയും കറിവേപ്പിൻ്റെ ഇലയും വറവ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ബേസിക്കായിട്ട് എനിക്ക് അയിലക്കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഉപ്പേരി ഞാൻ സെർവ് ചെയ്യാനും ഓവനിൽ വെക്കാനും ഫ്രിഡ്ജൊക്കെ വെക്കാനും കൂടെ പറ്റിയ നെസ്റ്റേഷ്യൻ്റെ ഒരു പോട്ടൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ, ഒരു കണ്ടെയ്നർക്ക് മാറ്റുന്നുണ്ട്. കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ വറുക്കുമ്പോൾ വറവ് കൂടി ഇട്ടാൽ കറിൻ്റെ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു രസം തട്ടിക്കൂട്ടണം കേട്ടോ. രസം എന്നൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും രസം തന്നെയാണ്, പക്ഷെ ഇത് നമുക്കിഷ്ടപ്പെടുന്ന, എനിക്കിഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് രസമാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇടാറുള്ളത് ചെറിയ ജീരകം, കുരുമുളകൊക്കെ കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് കുരുമുളക്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് അല്ലി വെളുത്തുള്ളി,
ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കുക കേട്ടോ മിക്സിയിൽ. അതിനിടയിൽ കൂടെ മീൻ ഞാൻ വറുക്കാനായിട്ടിട്ടുണ്ട്. നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുക്കാനിടാം. അതിനിടയിൽ കൂടി രസത്തിനുള്ളതും ശരിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രസത്തിനുള്ള കൂട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കും. പിന്നെ പുളിവെള്ളം ചേർത്തിട്ട് നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുക്കും കേട്ടോ. അതാണ് എൻ്റെ രസം. പല രീതിയിലും രസം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ ഒരു രസം ഇഷ്ടമാണ് കേട്ടോ. മല്ലിയൊക്കെ ചേർക്കാറുണ്ട് രസത്തിൽ, പക്ഷെ ഇതിൽ ഞാൻ മല്ലിയൊന്നും ചേർക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, കുരുമുളകും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ജീരകവും മാത്രമാണ് ചേർക്കാറുള്ളത് കേട്ടോ. പിന്നെ തക്കാളി, പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കും, അത്ര തന്നെ കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുക്കും. ഇത് സാലഡ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഇനൽസൻ്റെ പ്രോസസ്സറിലാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് സാലഡ് ഉണ്ടാക്കൽ ഇപ്പോൾ ഒരു പണിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ടാവും. അതിൽ സാലഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ സാലഡ് ഇങ്ങനെ കൂടി ചേർന്ന് നിന്നിട്ടുള്ള ആ ഒരു രൂപത്തിലല്ല കിട്ടുക. നല്ല കഴിക്കാനും നല്ല ഇഷ്ടമുള്ള ഒരു രൂപത്തിലാട്ടോ കിട്ടുക. അപ്പം എനിക്ക് ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഈ സാലഡിന് ഞാൻ ടോപ്പിംഗ് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ഒഴിച്ചിട്ട് തൈരും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ സാലഡിൻ്റെ കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. സാലഡ് നമ്മളിങ്ങനെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അരി ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് അങ്ങോട്ട് കുറക്കാൻ പറ്റും കേട്ടോ. ഒന്ന് നല്ല ഫില്ലിങ്സൊക്കെ കിട്ടാനും ചോറ് കഴിക്കുന്നത് കുറച്ചിട്ട് നമുക്ക് ഉപ്പേരികളും ഫിഷോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ അതും സാലഡും കുറച്ച് ചോറും കൂടി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ബാലൻസ്ഡ് മീലായിരിക്കും കേട്ടോ അത്. അപ്പോൾ അതാ വീണ്ടും രസത്തുമൊക്കെ വന്നിട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ രസം ഉണ്ടാക്കുന്നത്. നെസ്സേഷ്യൻ്റെ സെറാമിക് ബോട്ടിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് എല്ലായിടത്തും കടുക് പൊട്ടി തെറിച്ച് എല്ലായിടത്തും ആവും. അതൊക്കെ കടുക് പൊട്ടിയതിന് ശേഷം ഈ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതൊക്കെ പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ രസം റെഡിയായി കേട്ടോ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോക്കിനും ഇവിടെ ഗസ്റ്റൊക്കെ വന്നു. അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടോ. അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പറഞ്ഞ പോലെ അടുത്തൊരു വ്ളോഗ് കൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.